കഴിഞ്ഞ കുറെ നാളുകളായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന ആ സ്വപ്നത്തിലേക്ക് ഇനി വെറും 4 മത്സരങ്ങളുടെ ദൂരം മാത്രമാണ് അവശേഷിക്കുന്നത്. നിലവിലുള്ള സ്ഥിതി വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇക്കുറി കപ്പടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സംഭവം ശരി തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓർക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിലവിൽ പ്ലേ ഓഫിലും സെമിയിലും ഒക്കെ ആയിട്ട് കയറിയിട്ടുള്ള മുംബൈ സിറ്റി FC, അതുപോലെ തന്നെ മോഹൻ ബഗാൻ, ഒഡീഷ, FC ഗോവ തുടങ്ങിയ ടീമുകളെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഇതേ സീസണിൽ തന്നെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് എങ്ങുമില്ലാത്ത വിധം വലിയ കാത്തിരിപ്പോടെ ആരംഭം കുറിച്ച ഒരു സീസൺ ആയിരുന്നു ഇത്. കഴിഞ്ഞ സീസണിലെ പ്ലേ ഓഫിൽ സുനിൽ ഛേത്രിയുടെ വിവാദ ഗോളും തുടർന്നുണ്ടായ കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ പുതിയ സീസൺ ആരംഭം കുറിച്ച് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ അതേ ബാംഗ്ലൂരിനെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ഒരു സ്വപ്ന യാത്ര പോലെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കുതിപ്പ്. 2023 അവസാനത്തിൽ മോഹൻ ബഗാനെയും തോൽപ്പിച്ച് പോയിന്റിൽ ഒന്നാമതെത്തുകയും ചെയ്തു. പക്ഷെ ഏഷ്യൻ കപ്പിന്റെ ബ്രേക്ക് കഴിഞ്ഞ് ISL മത്സരങ്ങൾ വീണ്ടും ആരംഭിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. തുടർച്ചയായി വിജയിച്ചു കൊണ്ടിരുന്ന ടീം തുടരെ പരാജയപ്പെടാൻ ആരംഭിച്ചു. ഫുട്ബോളിൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ ലൂണയുടെയും ദിമിത്രിയോസ് ഡയമണ്ടക്കസിന്റെയും കാര്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇരുവരും പ്ലേ ഓഫ് മത്സരത്തിന് ഇറങ്ങുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അല്ലാത്ത പക്ഷം അത് ബ്ലാസ്റ്റേഴ്സിന് കനത്ത തിരിച്ചടിയായിരിക്കും. കഴിഞ്ഞ കുറെ നാളുകളായി ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലും മുന്നേറ്റത്തിലും ലൂണയുടെ അഭാവം ശരിക്കും വ്യക്തമായിരുന്നു. ഇവാൻ വുക്കമനോവിച്ച് എന്ന പരിശീലകന്റെ കീഴിൽ തുടർച്ചയായ 3ാം സീസണിലും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്തിയിരിക്കുകയാണ്. 2ൽ പിഴച്ചത് 3ൽ നേടുമെന്ന വിശ്വാസത്തിൽ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.